വെയിൽസ് കുട്ടി എന്ന് പറയുന്നതായ ഒരു ചെറുപ്പക്കാരൻ, അവന് ഏലിക്കുട്ടി എന്ന് പറയുന്ന ഒരു മാതാവും മറിയക്കുട്ടി എന്ന് പറയുന്ന ഒരു ഭാര്യയും അമ്മുക്കുട്ടി എന്ന് പറയുന്ന ഒരു മോളും അതോടൊപ്പം തന്നെ ആമേൻ തോമസ് കുട്ടി എന്ന് പറയുന്നതായിട്ടുള്ള ഒരു മകനും ഉണ്ടായിരുന്നു. അവർ സന്തോഷത്തോടെ പോവുകയാണ്. പിതാവ് നേരത്തെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. സന്തോഷത്തോടെ യാത്രയാകാൻ അവർ ജീവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ വലിയ കടഭാരത്തിൽ ആ മകൻ അകപ്പെടുവാനിടയായി. ഈ നാളുകളിൽ നമുക്കറിയാം, കടഭാര നിമിത്തം അനേകർ ആത്മഹത്യ ചെയ്യുക. പക്ഷെ അതൊന്നും ഒരു പരിഹാരമല്ല. ആത്മഹത്യ ഒരു പരിഹാരമല്ലെന്ന് ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നിരാശ വരുമ്പോൾ നിരാശ മാറ്റുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ചാൽ നമുക്ക് ഒരു വലിയ വിടുതലുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. അപ്പോ ഈ വെയിൽസ് കുട്ടി തന്റെ ജീവിതത്തിൽ കടബാധ്യത ഏറി വന്നപ്പോൾ താനൊരു തീരുമാനമെടുത്തു. ആരും അറിയാതെ വീടിന്റെ പുറകിൽ നിൽക്കുന്നതായ ആ പ്ലാവിൽ തൂങ്ങി മരിക്കുവാൻ തക്കവണ്ണം ആ മകന് ആ തീരുമാനമെടുത്തു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അവൻ കയറെടുത്തു. അതിൽ പോകുന്നത് അവന്റെ മാതാവ് ഏലിക്കുട്ടി ചേർത്തി കാണുവാനായിട്ട് ഇടയായിത്തു. അവന് അപ്പോൾ ഉടനെ അവരെ അലറി വിളിച്ചു കൂവി. വരെ പെട്ടെന്ന് ആ പ്ലാവിൽ കയറി ഉരുക്കിട്ടു. അവനെ കെട്ടിവെച്ചു. അവരാത്മഹത്യ ചെയ്യുവാനായിട്ട് പോവുകയാണ്. നാട്ടുകാരൊക്കെ ഓടിക്കൂടി പിന്തിരിപ്പാനൊക്കെ ശ്രമിച്ചു. നിന്റെ വിഷയത്തിന്റെ മേലൊക്കെ പരിഹാരം ദൈവം നൽകണമെന്നൊക്കെ പറഞ്ഞു. അവനതൊന്നും ആശ്വാസം ആയില്ല. അവന് ആത്മഹത്യ ചെയ്യുവാൻ തന്നെ തീരുമാനിച്ചു. അവന്റെ അമ്മ നാട്ടുകാരെ വിളിച്ചു കൂട്ടി. ഒടുവിൽ അമ്മയും ഏലിച്ചേടത്തിയോടെ വരുവാനായിട്ട് ഇടയായിച്ചു. ഏലിച്ചേടത്തി മോനോട് പറഞ്ഞു, മോനെ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. നീ മരിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല. നീ ഇറങ്ങി വാ. നിനക്കൊരു കുടുംബം ദൈവം തന്നിട്ടില്ലയോ? ദൈവം നമ്മുടെ മുമ്പിൽ വഴി ഒരുക്കുമെന്ന് പറയുവാനായിട്ടിടയായി. ഉടനെ ഞാൻ പറയുക, അമ്മ പൊക്കൂ, ഞാൻ മരിക്കുക, ഇനി ഞാൻ ഭവനത്തിലേക്ക് വരികയില്ല എന്ന് പറയുവാനായിട്ടിടയായി. ഉടനെ അമ്മ അവനോട് പറഞ്ഞു, മോനെ, നീ പണ്ടേ മരിച്ചതല്ലേ? അപ്പൊ അവൻ ചോദിച്ചു, അമ്മേ, ഞാനെങ്ങനെ പണ്ടേ മരിച്ചത്? എനിക്ക് കണ്ണുണ്ട്, കാലുണ്ട്, ഞാൻ ഈ പ്ലാവിൽ കയറിയത് ആരോഗ്യത്തോടെയാ, പിന്നെ ഞാൻ എങ്ങനെയാ മരിച്ചതെന്ന് ചോദിപ്പാനായിട്ടിടയായി തുടർന്നു. ഉടനെ അമ്മ പറഞ്ഞു, അതാ മോനെ, നീ ഒരു കാര്യം മറക്കണം, യേശു ഹൃദയത്തിലില്ലാത്തവൻ മരിച്ചവനാ. അതുകൊണ്ട് ആ മരിച്ചതിന് തുല്യമാണ്. അതുകൊണ്ട് നീ താഴെ ഇറങ്ങി വാ, എന്റെ കൂടെ വാ, നിന്റെ കുഞ്ഞുകുട്ടികളോട് ഭാര്യയോട് ചേർന്ന് നമുക്ക് ഒന്നിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു, ഓ, ഞാൻ അങ്ങനെയല്ല, ഞാൻ മരിച്ചവനാണ് എന്ന് പറഞ്ഞ് പിന്നെയും അവൻ ആത്മഹത്യ ചെയ്യുവാനായിട്ട് ശ്രമിക്കുകയാണ്. എല്ലാവരും പോയി, നാട്ടുകാരും പോയി. അവൻ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് പറഞ്ഞ് അവരെല്ലാവരും പോയപ്പോ അവന്റെ ഉള്ളത്തിൽ ഒരു ചിന്ത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊടുത്തു, ഞാൻ മരിച്ചവനാണോ? അമ്മ പറഞ്ഞല്ലോ, നീ മരിച്ചവനാണ്. അതെ, ഞാൻ മരിച്ചവനാ. എന്താ കാര്യം? യേശു ഉള്ളത്തിലില്ലാത്തവൻ മരിച്ചവനാണെന്ന് അവൻ ദൈവത്തിന് സ്തോത്രം. അമ്മ പറഞ്ഞ വാക്കവന്റെ ഹൃദയത്തെ അവൻ പരിശുദ്ധാത്മാവിനാൽ കീറി മുറിക്കുവാനിടയായി തീർന്നു. അവൻ ചിന്തിപ്പാൻ തുടങ്ങി, അമ്മ പറഞ്ഞത് ശരിയാണെങ്കിൽ ഞാൻ മരിച്ചവനാ, എന്നാൽ എന്റെ യേശു എന്റെ ഉള്ളത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും മരിക്കുകയില്ലെന്ന് അവൻ ചിന്ത അവന്റെ മനസ്സിൽ വന്നപ്പോൾ ഒരു വചനം അവന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. തന്റെ ഭക്തന്മാരുടെ മരണം നോക്കെ ഈ സമയത്ത് എങ്ങനെയാ അവന്റെ ഹൃദയത്തിൽ ആ വചനം വന്നെന്നറിയാമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മേ, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു എന്ന് അവന്റെ ഹൃദയത്തിലേക്ക് വന്ന ചിന്ത അവനെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പാനും അവനെ കൊണ്ടുവന്ന കയറിട്ടിട്ട് കയറിട്ടിട്ട് അവൻ വീട്ടിലേക്ക് നടക്കുവാനും യാത്രയാകുവാനും ഇടയായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അവൻ മരണം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അവൻ ദൈവത്തിന് സ്തോത്രം. അവ മരണത്തിൽ നിന്ന് വിടുതൽ നൽകുവാനാ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് എന്ന് ഈ മകന്റെ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഞാൻ വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. അവിടെ പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും, എനിവൺ,
ആരുമാകട്ടെ, ലോകത്തില് ഏതൊരാളുമാകട്ടെ, നീ പാപത്തിൽ ജീവിക്കുകയാണോ? ആമേൻ. നിന്റെ പാപത്തിന് പരിഹാരം വരുത്തി ആമേൻ പിതാവിന്റെ വലത്തുഭാഗത്ത് ആമേൻ ഉപവിഷ്ടനായിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം പറയുകയാണ്, ആമേൻ, നിന്റെ ഹൃദയത്തിന്റെ വാതിക്കൽ ഞാൻ മുട്ടുകയാണ്. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും നിരാശയിൽ കഴിയുന്നവരുണ്ടെങ്കിൽ, പ്രത്യാശയില്ലാതെ കഴിയുന്നവരുണ്ടെങ്കിൽ, മരിച്ചാൽ മതിയെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മരണത്തിന് പരിഹാരം, നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ അവൻ കാൽവരിയിൽ സകലതും പൂർത്തീകരിച്ച് ഇന്ന് പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്ന് നമ്മോട് ചോദിക്കുക, നിന്റെ ഹൃദയത്തിന്റെ വാതിൽ നീ തുറക്കുമോ? ഹൃദയവാതിൽ തുറന്നാൽ നിന്റെ ഉള്ളത്തിൽ വന്നേശ്വരാപാർക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവ് തന്റെ ഐഹിക ജീവിതകാലത്ത് 33 വർഷത്തിലെ ജീവിതത്തില് താൻ സകല മനുഷ്യർക്കും വേണ്ടി പാപരിഹാരം വരുത്തി. ആമേൻ. എല്ലാ കാര്യങ്ങളും വരുത്തി. ആമേൻ. ദൈവത്തിന് സ്തോത്രം. പിതാവിന്റെ വലത്ത് ഭാഗത്ത് നല്ല രണ്ടുവെക്കേറ്റായിരിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ ജീവിതത്തിൽ നിരാശയിലാണെങ്കിൽ, ആമേൻ, പ്രത്യാശയില്ലാത്തവരാണെങ്കിൽ, കടഭാരത്തിലാണെങ്കിൽ, വ്യത്യസ്ത അനുഭവത്തിൽ മരിച്ചാൽ മതിയെന്ന് ചിന്തിക്കുന്ന അനുഭവത്തിലാണെങ്കിൽ, ഇന്ന് കർത്താവ് പറയുകയാ, നിനക്ക് വേണ്ടിയാ ഞാൻ ഈ കാൽവരി ക്രൂശിൽ ജീവത്യാഗം ചെയ്തത്. നീ എന്നിൽ വിശ്വസിച്ചാൽ നിന്റെ ഉള്ളിൽ നിത്യജീവൻ ഉണ്ടാകും എന്ന് ഓർമ്മിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കാൽവരി ക്രൂശിലെ യാഗനിമിത്തം കർത്താവ് തുറന്ന ചില വാതിലുകളുണ്ട്. ആ വാതിലുകൾ മാത്രം ഓർപ്പിച്ച് ഞാൻ വേഗത്തിൽ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. 4 വാതിലുകളാണ് കർത്താവ് തുറന്നിരിക്കുന്നത്. അതിലെ ഒന്നാമത്തെ വാതിലാണ് നമ്മൾ പ്രാരംഭമായി വായിച്ചത്. നമ്മൾ വായിച്ചല്ലോ, എന്താണ്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 51-ാം വാക്യം. നമുക്കറിയാം, യേശുവിന്റെ മരണവേളയിൽ ദേവാലയത്തിലെ 2 സ്ഥലങ്ങൾ തമ്മിൽ വേർതിരിച്ചിരുന്ന നെയ്തെടുത്ത ഒരു തിരിശീല, ആമേൻ, അത് 2ആയി മുകൾ തൊട്ടടിയോളം കീറിപ്പോയി ചീന്തപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മഹാപുരോഹിതന്മാരൊഴികെ മറ്റെല്ലാവർക്കും അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അന്ന് മുതലേതൊരുവന്റെയും ഹൃദയവാതിക്കൽ മുട്ടുന്നവന്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം കഥാവാതില് ദൈവം തുറന്നു വെച്ചിരിക്കുക. ഒന്ന്, അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള വാതിൽ അവൻ തുറന്നു വെച്ചിരിക്കുക. അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽതൊട്ട് അടിയോളം രണ്ടായി ചിന്തി, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്ന്, കല്ലറകൾ തുറന്നു. ഇത് പ്രാവശ്യം വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. ആമേൻ. അപ്പൊ പ്രിയപ്പെട്ടവരെ, എബ്രായ ലേഖനം 10-ാം അധ്യായം 19-20 വാക്യങ്ങളിലൂടെ നമ്മൾ നോക്കേണ്ടത് ആവശ്യമുണ്ട്. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 19-20 വാക്യങ്ങൾ. അപ്പൊ ഇവിടെ പ്രത്യേകമായി ഓർപ്പിക്കുന്നുണ്ട്, അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള വാതില് സ്വർഗത്തിലെ ദൈവം തുറന്നുവെന്ന്. ആമേൻ. സങ്കീർത്തന പുസ്തകത്തിലേക്കൊക്കെ നമ്മൾ കടന്നു വരുമ്പോൾ അത് കാണുവാനായിട്ട് നമുക്ക് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വായിച്ചാട്ട് എബ്രായ ലേഖനം 10-ാം അധ്യായം 19-20 വാക്യങ്ങൾ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരിശയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. പ്രിയപ്പെട്ടവരെ, പരമാർത്ഥ ഹൃദയത്തോടെ അവന്റെ സന്നിധിയിൽ അടുത്തു ചെല്ലുന്നവന് ഇതാ അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള ആമേൻ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വാതിലുകൾ തുറന്നു വെച്ചിരിക്കുക എന്ന് പറഞ്ഞ, ചുരുക്കത്തിൽ പറഞ്ഞ, സ്വർഗത്തിലേക്കുള്ള വാതിലുകൾ എന്റെ കർത്താവിന്റെ സ്വർഗാരോഹണ സമയത്ത് അവന് വേണ്ടി തുറന്നു വെച്ചിരിക്കുക. സങ്കീർത്തന പുസ്തകത്തിൽ നമ്മളിങ്ങനെ പറയുന്നു, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള വാതിലുകളെ തന്നെ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് വീരനും ബലവാനുമായ യുദ്ധവീരനായ യഹോവ
Lord. Praise the Lord. ദൈവത്തിന്റെ സ്തോത്രം. അവൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സങ്കീർത്തനക്കാരന് ദൈവത്തിന്റെ ആത്മാവിൽ പറഞ്ഞിരിക്കുക, ആമേൻ, മനുഷ്യൻ ആദിമ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ആ വാതിലുകൾ എന്നേക്കുമായി മനുഷ്യർക്കായി അടയ്ക്കപ്പെട്ടതിലായിരുന്നതായിരുന്നു. എന്നാൽ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ക്രിസ്തു ഇറങ്ങി വന്ന് തന്റെ ശുശ്രൂഷ നിർവഹിച്ചു കഴിഞ്ഞ് ആമേൻ 40-ാം നാൾ സ്വർഗാരോഹണം ചെയ്യുമ്പോൾ അവരുടെ പിറകിയ പണ്ടേയുള്ള വാതിലുകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. നമ്മുടെ കർത്താവ് മഹത്വത്തിന്റെ രാജാവ്. അവന് അവൻ വീരനാം ദൈവമാ, അവൻ മഹാപ്രഭു, അവന് യുദ്ധവീരനാണ്, അവന് മഹാസമാധാനം നൽകുന്നവനാ. ആ ദൈവം വാതിലുകൾ എനിക്ക് നിങ്ങൾക്കായി തുറന്നു. വിശ്വസിക്കുന്നവർ കരങ്ങളുയർത്തി സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ മരിച്ചാൽ നമ്മൾ എവിടെയാ പോകുന്നത്? ആമേൻ, എനിക്കും നിങ്ങൾക്കായും തുറന്നു വെച്ചിരിക്കുന്ന ആ അതിവിശുദ്ധ സ്ഥലമാകുന്ന സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കുകയാണ്. ആമേൻ, അതുകൊണ്ട് ആ പുതുവഴിയിലൂടെ തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് നൽകിയിരിക്കുകയാ. എങ്ങനെയാ ഒരു പുതുവഴി കർത്താവ് വെട്ടി തുറന്നു? മാത്രമല്ല, ആമേൻ, യോഹന്നാന്റെ സുവിശേഷം 1 യോഹന്നാൻ അതിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി. അപ്പൊ യേശുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണം ഒരു വിശ്വാസി പ്രാപിക്കുകയാ. പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ, പാപങ്ങൾ ഉപേക്ഷിക്കപ്പെടുമ്പോൾ അവന് രക്തം കൊണ്ട് ശുദ്ധീകരണം പ്രാപിക്കുകയാ. പ്രിയപ്പെട്ടവരെ, അവന് വേണ്ടിയാണ് ആ പുതുവഴി തുറന്നു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് മുൻകാലങ്ങളിൽ മഹാപുരോഹിതന് മാത്രം അടുത്തു ചെല്ലുവാൻ കഴിയുന്ന അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഇന്നേതൊരു പാപിക്കും അവൻ പാപമോചനം പ്രാപിച്ചാൽ അടുത്തു ചെല്ലുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ആർക്കും ഏത് സമയത്തും പ്രാർത്ഥനയോടെ കടന്നു ചെല്ലുവാൻ കഴിയുന്ന ഒരു കൃപാസനം തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഓർക്കണം, ഏത് സമയത്തും കടന്നു ചെല്ലുവാൻ കഴിയുന്ന ഒരു പ്രാർത്ഥനാലയവുമില്ല. പ്രിയപ്പെട്ടവരെ, ആമേൻ, ഞായറാഴ്ച ആരാധനയ്ക്ക് കടന്നിയെല്ലാം, യോഗങ്ങൾ ആമേൻ നടത്തുമ്പോൾ അവിടെ കടന്നിയെല്ലാം. പ്രിയപ്പെട്ടവരെ, അവൻ എവിടെ കടന്നു ചെന്നാലും ആണ്ടിൽ ഒരിക്കലൊക്കെയാ പലപ്പോഴും കടന്നു ചെന്നുകൊണ്ടിരുന്നത് യഹൂദന്മാര്. അവൻ എന്നാൽ പോലും പഴയ നിയമ ന്യായപ്രമാണം അവരുടെ പാപത്തിന് പരിപൂർണമായിട്ടുള്ള വിടുതൽ ലഭിക്കാതിരുന്നപ്പോൾ ആ പരിപൂർണമായ വിടുതൽ ലഭിക്കേണ്ടതിന് കാൽവരിയിൽ അവൻ ജീവത്യാഗം ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ ആമേൻ, അവൻ സ്വർഗത്തിൽ സിംഹാസനമിട്ടിരിക്കുന്ന ആ ദൈവത്തിന്റെ അടുക്കലേക്ക് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ, ഞാൻ എന്റെ കണ്ണ് യേശുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് എന്റെ പാപങ്ങൾ ഏറ്റുപറയുന്നു എന്ന് പറഞ്ഞാൽ അവൻ നമ്മുടെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്ന് പാപത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ച് അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള വാതിൽ നമുക്ക് ദൈവം തുറന്ന് തന്നിരിക്കുക. എബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, എബ്രായ ലേഖനം 4-ാം അധ്യായം ആമേൻ അതിന്റെ 16-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. അപ്പൊ അവൻ കൃപാസനമിട്ടിരിക്കുക. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുകയാണ്, അതുകൊണ്ട് പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, അവൻ പാപമോചനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് കരുണ ലഭിപ്പാൻ. സ്വന്തം അതുകൊണ്ടാണ് അവന്റെ ദയ. ഒരിക്കൽ ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട്, അവന്റെ ദയ എങ്കിൽ നിന്ന് നീക്കി കളഞ്ഞിട്ടില്ല, ആമേൻ, അവന്റെ കണ്ണുകളിൽ നിന്ന് മാറ്റിയിട്ടില്ല, ആമേൻ, അവന്റെ കരുണ എന്റെ മേലുണ്ടെന്ന് ദാവീദ് പറയുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുക്കലേക്ക് കടന്നില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് കൃപാസനത്തിന്റെ അടുക്കലേക്ക് കടന്നില്ലുവാൻ കാലാകാലങ്ങളിലായി അവൻ നമ്മളെ വിളിച്ചു, വേർതിരിച്ചു, അവന്റെ പ്രിയ മക്കളായി തീർന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, യോഹന്നാൻ പറയുന്നത്, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം പിതാവ് ഇത്ര വലിയ
ആ സ്നേഹത്തെ കുറിച്ചാണ് നമ്മൾ കേട്ടത്. 33.5 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് അവന്റെ ജീവിതം നമുക്ക് വേണ്ടി അവസാനിപ്പിച്ച് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി നമ്മളെ അവൻ വീണ്ടെടുത്തു. അതുകൊണ്ട് നമുക്കൊരു വീണ്ടെടുപ്പ് തന്നു. അതുകൊണ്ട് നമുക്ക് കൃപാസനത്തേക്ക് അടുത്തില്ല. ആമേൻ. അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെ നമ്മൾ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി. കണ്ടോ? സകല അനീതി. നമുക്കറിയാം, കൊലപാതകനായിരുന്നാലും ഏത് പാപം ചെയ്തവനായിരുന്നാലും അവന് പാപബോധം ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിലേക്ക് അവൻ നോക്കുന്നുണ്ടെങ്കിൽ അവന്റെ പാപം ക്ഷമിച്ച ഹൃദയമുണ്ടെന്ന് വിശ്വസിപ്പാനും മാത്രമല്ല, ഒന്ന് അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനം, സ്വർഗീയ പർദീസയിലേക്കുള്ള പ്രവേശനം, ആമേൻ, പഴയ ഭക്തന്മാർക്ക് സാധ്യമല്ലാതിരുന്നപ്പോൾ, ആമേൻ, ആ കാലയളവിൽ സാധ്യമല്ലാതിരുന്നപ്പോൾ നമുക്ക് വേണ്ടി ആ വാതിൽ തുറന്നു വെച്ച് അവൻ വിളിക്കുക. അതുകൊണ്ട് കണ്ടാലും ഞാൻ വാതിൽക്കൽ നിൽക്കുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ എന്നോടും കൂടെ അത്താഴം കഴിക്കുന്നതല്ലോ. ഇങ്ങനെ ഒരു പാട്ടുണ്ട്. കൃപ കൃപയൊന്നാശ്രയമായി, കൃപ കൃപയൊന്നാനന്ദമായി. വൈരികൾ വന്നാലോ എതിരുയർന്നാലോ കൃപ മതിയെന്നാളോ. വൈരികൾ വന്നാലോ എതിരുയർന്നാലോ കൃപ മതിയെന്നാളോ. എന്റെ കാഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ. ഓര വൈരികൾ ഭേദമാവൻ തകർത്തല്ലോ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ. സ്തോത്രഗീതം പാടിടും ഞാൻ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ. സ്തോത്രഗീതം പാടിടും ഞാൻ. കൃപ കൃപയൊന്ന് ആശ്രയമായി. ഹല്ലേലൂയ. കൃപ കൃപയൊന്ന് ആനന്ദമായി. വൈരികൾ വന്നാലോ എതിരുയർന്നാലോ കൃപ മതിയെന്നാളോ. വൈരികൾ വന്നാലോ എതിരുയർന്നാലോ കൃപ മതിയെന്നാളോ. വേറും കർത്താവിലെ വിശ്വാസം അതിനാൽ ഹൃദയമെന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം. കൃപയാൽ മനോഹരമാണ്. ദൈവത്തിന്റെ കൃപ കൊണ്ട് നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കി തീർത്ത ഒരു ദൈവം ജീവിക്കുന്നു, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആമേൻ, വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കണ്ടു, നീ മാനസാന്തരപ്പെടുക. അപ്പൊ അതുകൊണ്ട് പൗലോസ് വിളിച്ചു പറഞ്ഞു, ഇത് തന്നെ സുപ്രസാദകാലം, ഇത് തന്നെ രക്ഷാദിവസം. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് നിന്റെ പാപത്തിന് പരിഹാരം വരുത്തിയ ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക. അപ്പോൾ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള വാതിലുകൾ തുറക്കേണ്ടതിന് ദൈവമായിരുന്നവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, പാപത്തിന് പരിഹാരം വരുത്തിയെന്ന് നമ്മൾ മറന്നുപോകരുത്. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഇവിടെ കൂടി വരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിച്ചത്. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 43-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആമേൻ, അവിടെ പറയുകയാണ്, സ്വർഗീയ പർദീസയിലേക്കുള്ള പ്രവേശനം, അതിന്റെ വാതിലവൻ തുറന്നു. ദൈവത്തിന് സ്തോത്രം. സ്വർഗീയ പർദീസയിലേക്കുള്ള വാതിലുകൾ അവൻ തുറന്നു നമ്മൾ കാണുകയാണ്. ഒന്നാമത്, അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഏതൊരു മനുഷ്യനും കടന്നു ചെല്ലുവാൻ കഴിയാതിരുന്നപ്പോൾ ഇന്ന് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുവാൻ അവകാശം ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വീണ്ടും പറയുകയാണ്, ലൂക്കോസിന്റെ സുവിശേഷം 23:43. ഇന്ന് നീ എന്നോടുകൂടെ പരദേശയിൽ ഇരിക്കും. ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുകയാണ്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. എവിടെയാണ് പർദീസ? പഴയ നിയമത്തിൽ അബ്രഹാമിന്റെ മടി എന്ന് പറയുന്നുണ്ട്. യേശുക്രിസ്തു പറഞ്ഞതായ ആ കഥയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അബ്രഹാമിന്റെ മടി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആമേൻ, അബ്രഹാമിന്റെ മടിയിൽ ആയിരിക്കുന്ന പഴയ നിയമ വിശുദ്ധന്മാരോട് ചേർന്ന് ആമേൻ, വീണ്ടും കള്ളനും അബ്രഹാമിന്റെ മടിയിലേക്ക് കടന്നു പോവുകയാണ്. അവനോട്
ചേർന്ന് അവേ കർത്താവ് പറയുക, ഇന്ന് നീ എന്നോടുകൂടെ സ്വർഗീയ പരദേശയിലിരിക്കും. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 23-42 വാക്യം കൂടെ നമുക്കത് വായിക്കുന്നത് നല്ലതാ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. പിന്നെ അവൻ യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. ആമേൻ. പിന്നെ അവൻ നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവന് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണമെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ഉണ്ടായി. മാത്രമല്ല, രണ്ടാമതായി അവന് ക്രിസ്തുവിൽ ഒരു വിശ്വാസമുണ്ടായി. 2 കള്ളന്മാരാണ് അപ്പുറവും ഇപ്പുറവുമായി ക്രൂശിക്കപ്പെട്ടത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു കള്ളന് ദൈവത്തിന് സ്തോത്രം, അവന് ഇതെല്ലാം കണ്ടിട്ടു ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് കർത്താവ് വിളിച്ചു പറയുന്നത് കേട്ടിട്ടും അവനൊരു മാനസാന്തരം ഉണ്ടായില്ല. അപ്പം മാനസാന്തരം ഉണ്ടാകാത്ത അനേക ആളുകള് ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഒഴുക്കിനെതിരെ നീന്തുവാൻ അവർ തയ്യാറല്ല. ഒഴുക്കിനോടുകൂടി നീന്തുന്നവരാ അവര്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ഒഴുക്കിനനുസരിച്ച് നീന്തിയാൽ നീ നശിച്ചു പോകും. എന്നാൽ ഒഴുക്കിനെതിരെ നീന്തുന്നവനാ വിശ്വാസി അഥവാ ക്രിസ്ത്യാനി. ദൈവത്തിന് സ്തോത്രം. എത്ര അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കിയാലും അവൻ വിശ്വാസത്തിൽ നിന്ന് അണുവിട അവൻ ചലിക്കുകയില്ല. യോസഫിനോട് ചോദിച്ചാൽ യോസഫ് പറയും, എന്റെ സഹോദരന്മാർ എന്റെ അങ്കിയെടുത്തു. അവർ മിദ്യാന്യ കച്ചവടക്കാർക്ക് എന്നെ 20 വെള്ളിക്കാശിന് വിറ്റുകളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എന്റെ ദൈവം എന്നോടുകൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവന് വീണ്ടും രാജകൊട്ടാരത്തിൽ ചെല്ലുകയാ. അവിടെ അവന് പരീക്ഷണങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്റെ ദൈവത്തോട് എങ്ങനെ പാപം ചെയ്യുമെന്ന് പറഞ്ഞ് ആ പരീക്ഷണത്തിൽ നിന്ന് അവൻ വിജയിച്ച് അവനെ കൊട്ടാരത്തിലാക്കിയ ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പൊട്ടക്കിണറ്റിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് ആക്കിയപ്പോഴും അവന്റെ അപ്പനെ മറന്നില്ല, അവന്റെ സഹോദരന്മാരെ മറന്നില്ല. അവൻ ആരോടും പ്രതികാരമില്ലായിരുന്നു. അതാണ് യോസഫ്. അതാണ് യഥാർത്ഥ ഒരു വിശ്വാസി. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ മറന്നു പോകരുത്. കള്ളന് സാധ്യത, 2 കള്ളന്മാർക്കും സാധ്യതകളേറെയായിരുന്നു. അവർ ചെയ്ത കുറ്റത്തിനാണ് അവർ ശിക്ഷിക്കപ്പെട്ടത്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും ദൈവത്തെ അറിയാതിരിക്കുമ്പോൾ നമ്മൾ ചെയ്തു കൂട്ടിയ കുറ്റത്തിനാണ് കുറ്റത്തിലൂടെ നമ്മൾ ജീവിക്കുകയാണ്. എന്നാൽ ആ സമയം എപ്പോഴെങ്കിലും നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയിരുന്നെങ്കിൽ നമ്മൾ നിത്യനരകത്തിൽ ചെല്ലുമായിരുന്നു. ഒരു സ്വന്തം പറഞ്ഞാട്ട്. എന്നാൽ കൃപയാൽ ദൈവം നമ്മളെയും അവന്റെ ശബ്ദം കേട്ടപ്പോൾ നമ്മുടെ ഹൃദയവാതിൽ തുറന്ന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഒരു ദൈവവേദനാകുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രക്ഷ എന്ന് പറയുമ്പോൾ അത് മാനസാന്തരത്തിലൂടെ അനുഭവമാകുന്ന ഒരു കാര്യമാണ്. 2, അത് വിശ്വാസത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ അനുഭവമാകുന്ന ഒരു കാര്യമാണ്. ആമേൻ. അങ്ങനെയാണെങ്കിൽ വിശ്വാസം ഏറ്റുപറഞ്ഞ് അതിനുവേണ്ടി ഒരു പ്രവൃത്തിയും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. യാതൊരു പണവും നമുക്ക് ചെലവാക്കേണ്ട ആവശ്യമില്ല. ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഒരു വാക്ക് നീ പറഞ്ഞാൽ നീ ഒരു ദൈവവേദനാകുകയാണ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അവനെ നിന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു എന്ന് ഒരു വാക്ക് പറഞ്ഞാൽ നീ ഒരു ദൈവവേദനാകുകയാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ നമ്മൾ കാണിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. വിശ്വാസം എന്നതോ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. യേശു കർത്താവിനെ നമ്മുടെ മുമ്പിൽ വരച്ച് കാട്ടിയിരിക്കെ നമ്മളെ ശുദ്രം ചെയ്ത് മയക്കിയതാര്? ഹല്ലേലൂയ. കർത്താവിനെ നമ്മുടെ മുമ്പിൽ വരച്ച് കാട്ടിയിരിക്കെ നമ്മളെ ശുദ്രം ചെയ്ത് മയക്കിയതാര്? ഈ യേശുവിൽ നിന്ന് അകന്നു പോകുന്ന ആരെങ്കിലും ഞങ്ങളെ കേട്ടിട്ടുണ്ടെങ്കിൽ നിന്നെ ഒരു കാലത്ത് വിളിച്ച് അവന്റെ പൂണിയിലാക്കിയതാ, അവന്റെ മകനാക്കിയതാ. ഇന്ന് നീ പിന്മാറ്റത്തിൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരുവാനുള്ള സമയമാ. അതുകൊണ്ട് വിശ്വാസം എന്നതോ ആശിക്കുന്നതോ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ
ഞങ്ങളുടെ നിശ്ചയമാ. പ്രിയപ്പെട്ടവരെ, അതിവിശുദ്ധ സ്ഥലം എന്ന് പറയുന്ന സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറന്നു വെച്ചത് നമ്മൾ വിശ്വാസത്താൽ മനസ്സിലാക്കുകയാണ്. ആമേൻ. പർദീസയിലേക്ക് വാതിൽ തുറന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ആമേൻ. ഇടത്ത് ഭാഗത്തെ കള്ളനെ കുറിച്ച് വിവരിക്കുന്നില്ല. അവന് കാര്യം ബോധ്യമായി. ഞാൻ പാപിയാണ്, ഈ ക്രൂശ് മരണം എനിക്ക് അനിവാര്യമാണ്. എന്നാൽ പാപമില്ലാത്തവനെയാ ഞങ്ങളുടെ മധ്യയെ ക്രൂശിച്ചത്. ആമേൻ. മറ്റേ വലത്ത് ഭാഗത്തെ കള്ളൻ പറയുന്നുണ്ട്, അവനെവിടുന്ന ഈ അറിവ് കിട്ടിയെന്നറിയാമോ? ആമേൻ. അതിനു മുൻപ് വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ആമേൻ പരീശന്മാര് വിളിച്ചു പറയുന്നുണ്ട്, അവൻ ദൈവപുത്രനാണെങ്കിൽ അവനെ രക്ഷിക്കുക, അവനെ രക്ഷിക്കുവാൻ അവന് കഴിയട്ടെ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എടുത്തു കിടന്ന കള്ളന് ഇങ്ങനെ പറഞ്ഞു, നീ ആമേൻ ഒരു ദൈവപുത്രനാണെങ്കിൽ, നീ മിശിഹയാണെങ്കിൽ നിന്നെ രക്ഷിച്ച് ഞങ്ങളെയും രക്ഷിക്കുക. ദൈവത്തിന് സ്തോത്രം. എന്തിനാ ഇതൊന്നും പറഞ്ഞെന്നറിയാം? പിന്നെ അവന് മൂട്ടിക്കാനാ, പിന്നെ അവന് തോന്നിവാസം നടക്കാനാ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയല്ല യേശു കാൽവരിയിൽ യാഗമായി തീർന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. എന്നാൽ ഇവിടെ ഇടത്ത് ഭാഗത്തെ കള്ളന് കാര്യം ബോധ്യപ്പെട്ടപ്പോൾ അവനൊന്ന് മനസ്സിലായി, മിശിഹ യഹൂദന്മാരുടെ രാജാവാ, അവൻ വീണ്ടും വരും. ആ പഴയ നിയമ വിശ്വാസികൾ വിശ്വസിച്ചിരുന്നത് പോലെ അവൻ വീണ്ടും വരുമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവനോട് പറഞ്ഞു, ആ യേശുവിനോട് പറയുകയാ, എന്താ പറഞ്ഞെന്നറിയാമോ? നീ എന്നെ കൂടെ ഓർക്കേണമേ. വലിയ പ്രാർത്ഥനയൊന്നുമില്ല, ചെറിയൊരു പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവരെ, വേദനയുടെ നടുവിൽ, പ്രയാസത്തിന്റെ നടുവിൽ ചെറിയൊരു പ്രാർത്ഥന മതി. എന്നെയും നിങ്ങളെയും കർത്താവ് ഓർക്കാൻ. കള്ളൻ പറഞ്ഞു, എന്നെ കൂടെ ഓർക്കണേ. നോക്കിയേ, മറുപടി ഒരാഴ്ച കഴിഞ്ഞല്ല, 2 ആഴ്ച കഴിഞ്ഞല്ല, ആ നിമിഷത്തിൽ തന്നെ മറുപടി കൊടുത്തു. എന്താ? നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. അപ്പൊ നോക്കിക്കോണെ, അബ്രഹാമിന്റെ മടി ഇന്ന് സ്വർഗീയ പർദീസയില. അതുകൊണ്ടാണ് ആമേൻ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മൾ മരിക്കുമ്പോൾ ആമേൻ സ്വർഗീയ പർദീസയിലേക്ക് പോകുന്നത്. എന്നാൽ അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള വാതില് തുറന്നു വെച്ചിരിക്കുക. അത് നമ്മുടെ കർത്താവിന്റെ വരവിന് ശേഷം മാത്രം ലഭിക്കുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മൾ മരിച്ചു പോയാൽ കള്ളനോടുകൂടെ സ്വർഗീയ പർദീസയിൽ നമ്മുടെ ആത്മാക്കൾ വിശ്രമിക്കുന്ന സമയമായിരിക്കും. അതുകൊണ്ട് മരിച്ചുപോയ സകല വിശുദ്ധന്മാരും ഇന്ന് അതായത് സ്വർഗത്തോടടുത്ത ഒരു സ്വർഗമാണ്. ആ സ്വർഗത്തിൽ അവര് സ്വർഗീയ പർദീസയിൽ അവർ വിശ്രമിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഒരു ഭക്തൻ ഇങ്ങനെ പാടിയത്, ദൂതസംഘമാകവേ മരിച്ചില്ലായിരുന്നെങ്കിൽ സ്വർഗീയ പർദീസയിലേക്കുള്ള വാതിൽ തുറന്നു തരികയില്ലായിരുന്നു. യേശുക്രിസ്തു മരിച്ചില്ലായിരുന്നെങ്കിൽ അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള വാതിൽ തുറക്കില്ലായിരുന്നു. അതുകൊണ്ട് അവൻ നട്ടപ്പോൾ ഈ 2 കാര്യം, ഈ 2 വാതിലുകളും തുറന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. എബ്രായർ 12:1 പറയുന്നു, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മതി. ഇവിടെ നിൽക്കട്ടെ. ഇവിടെ പറയാ സകല ഭാരവും വിട്ടൊഴിഞ്ഞവരാണോ?
സ്വതന്ത്രം സ്വതന്ത്രം സ്വതന്ത്രം. എനിക്ക് വലിയൊരു അനുഭവം ഉണ്ടായില്ല. ഞാൻ കടയിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കടയുടെ കാര്യമൊന്നും അറിയില്ല. പിന്നെ കടയിൽ ഇരിക്കുമ്പോഴേ അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. എന്താ അറിയാമോ? കടയെ കുറിച്ച് ചിന്തിച്ച ഭാരങ്ങൾ ഉണ്ടാവും അല്ലെ? അമേൻ. നമ്മുടെ അമേൻ ദൈവത്തിന് സ്തോത്രം. അപ്പം സകല ഭാരവും ഒന്നും വെച്ചേക്കാൻ പറഞ്ഞിട്ടില്ല. സകല ഭാരങ്ങൾ അല്ലെ? എന്നിട്ട് പറയുക മുറുകെ പറ്റുന്ന പാപം. ഇതൊക്കെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്താ മുറുകെ പറ്റുന്ന പാപമെന്ന് വിശ്വാസിക്കറിയാം, മറ്റവരറിയത്തില്ല. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നിനക്ക് കർത്താവുമായി ബന്ധമില്ലെങ്കിൽ അനേകം മുറുകെ പറ്റുന്ന പാപങ്ങളുണ്ട്. എന്നാൽ ക്രിസ്തുവിനെ നീ രക്ഷകനായി സ്വീകരിച്ചു കഴിയുമ്പോൾ അവിടെ പറയുകയാണ്, എന്താ നിന്റെ സകല ഭാരവും പാവവും കിട്ടും എന്ന് പറഞ്ഞാൽ കർത്താവിനെ പറഞ്ഞു, നിങ്ങളുടെ സകല ചിന്താകുലവും എന്റെ മേലിട്ടുള്ളൂ. ഇനി ഭാരമുണ്ടോ? അല്ലേ? അനേകം ഭാരങ്ങളാ, പ്രയാസങ്ങളാ. പ്രിയപ്പെട്ടവരെ, എന്നാ ഞാൻ ഓർക്കണം, എന്റെ കർത്താവിന് നമ്മളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നമ്മളെ കുറിച്ചുള്ള പദ്ധതി അവന് വെളിപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിന്റെ സ്വന്തം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരിക്കലും അവനൊരു പോലീസുകാരനാകണമെന്ന് ആഗ്രഹിച്ചവനല്ല. എന്നാൽ ഇവിടെ അത് സാധിക്കാതിരുന്നപ്പോൾ അവൻ ഖത്തറിൽ കൊണ്ടുപോയി എന്നെ പോലീസുകാരനാക്കി കരുതുകയുണ്ട്. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്നൊരു ദൈവം. പക്ഷെ എപ്പോഴാ? ആ 91 ഒക്ടോബർ 11 ജീവിതത്തിലെ മുറുകെ പറ്റുന്ന സകല ഭാരങ്ങളും, മുറുകെ പറ്റുന്ന പാപങ്ങളും, സകല ഭാരങ്ങളും വിട്ടൊഴിഞ്ഞൊരു രാത്രി എന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ ഞാൻ ദൈവത്തെ എന്റെ ഹൃദയത്തിൽ രക്ഷകനും നാഥനുമായി സ്വീകരിപ്പാൻ തയ്യാറായപ്പോൾ അവിടെ സംഭവിക്കുക, സകല ഭാരവും അവൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഭാരപ്പെടണോ? ഭാരപ്പെടണ്ട. നമ്മൾ പ്രാർത്ഥിക്കുക, വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകും. അപ്പൊ പ്രിയപ്പെട്ടവരെ, അതിനെ മുറുകെ പറ്റുന്ന ഭാരങ്ങൾ എന്ന പാപങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും മുറുകെ പറ്റുന്ന പാപത്തിൽ ജീവിക്കുന്നുവെങ്കിൽ, മനുഷ്യനാകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടവരാ. അനേക കുഞ്ഞുങ്ങളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, അവർ മയക്കുമരുന്നിനും അമേൻ അടിമകളായി കഴിയുകയാ. അമേൻ അവർക്ക് എന്താണെന്നറിയില്ല. കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അമേൻ മലബാറിൽ നിന്ന് ആൺകുട്ടികള് അമേൻ എറണാകുളത്തേക്ക് വരും. എന്തിനാ വരുന്നതെന്നറിയാമോ? അമേൻ അച്ചായത്തി പെണ്ണുങ്ങളെ അടിച്ചുകൊണ്ട് പോകാനാ. അവര് വരുമ്പോ ഒത്തിരി പണവുമായിട്ടാ വരുന്നത്. അമേൻ എറണാകുളത്ത് വന്ന് ജ്യൂസ് കടയിൽ അവർ കിടക്കുമ്പോൾ അവിടെയും അമേൻ ക്രിസ്ത്യാനി പെൺകുട്ടികൾ ഉണ്ടാകും. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? അമേൻ അവരുടെ പൈസ അവർ പറയാതെ തന്നെ അങ്ങ് കൊടുക്കും. ഒരു ജ്യൂസിന്റെ വില 50 രൂപ തൊട്ട് 250 രൂപ വരെയുണ്ട്. എന്നിട്ട് ഈ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ ആ ജ്യൂസ് കൊടുത്തവരോടൊരു സ്നേഹമാ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒടുവില് ക്രിസ്ത്യാനി പെൺകുട്ടികളെ ഇങ്ങനെ അടിച്ചുകൊണ്ട് പോകുന്ന ആളുകളുണ്ടെന്ന് ഒരച്ഛനെ വിളിച്ചു പറയുന്നത് കേൾക്കുവാനിടയായി. എന്താ കാര്യം? ചൊല്ലും ചോറും കൊച്ചിലെ കൊടുത്തില്ല അല്ലേ? അതാ ചെല്ലാണ്. ചെല്ലും ചൊല്ലും ഓക്കെ കൊടുക്കണം. അമേൻ. കൊച്ചിനെ കൊടുക്കണം. നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി സ്വർഗം ഒരുക്കിയ ഒരു ദൈവമുണ്ട് എന്ന് ചെറുപ്രായത്തിലെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ ഒരപ്പന് കഴിഞ്ഞെങ്കിലേ കഴിയത്തുള്ളൂ, ഒരു മാതാവിന് കഴിഞ്ഞെങ്കിലേ അവിടെ ഹൃദയത്തിൽ യേശു ഉണ്ടാകും. ഇതെങ്ങനെ കഴിയുന്നത്? അപ്പൻ 4 കാലയിലാ വരുന്നത്. എങ്ങനെ വീട്ടിൽ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ അകന്നുപോയ ഒരു സമൂഹം പണ്ടുള്ള കാലങ്ങളെക്കാൾ അധികമായി അകന്നുപോയ ഒരു കാലഘട്ടമാ. അവർ മടങ്ങി വരാൻ ദൈവം ആഗ്രഹിക്കുക. കുഞ്ഞെ, നിനക്ക് വേണ്ടിയൂടാ കാൽവരിയിൽ നിന്റെ പാപത്തിന് പരിഹാരം ഞാൻ വരുത്തിയതെന്ന് യേശു എന്ന പകൽക്കാലം നിന്നോട് സംഭാഷിക്കുക. ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ സ്തോത്രം. നിനക്ക് മടങ്ങി വരാൻ മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ ആമേൻ, അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള വാതിൽ അവൻ തുറന്നു വെച്ചിരിക്കുകയാ. പർദീസയിലേക്കുള്ള വാതിൽ അവൻ തുറന്നു വെച്ചിരിക്കുകയാ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾ മറന്നു പോകരുത്. കള്ളൻ പോലും അമ്മേ, വലത്തുഭാഗത്തെ കള്ളൻ പോലും 7 മൊഴികൾ ഒരു മൊഴിയായ പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായി കൊണ്ട് ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ കാൽവരിയിൽ പോലും ആ കള്ളൻ
കാൽവരിയിൽ കിടന്നുകൊണ്ട് ആമേൻ എനിക്ക് വേണ്ടി എന്റെ പാപത്തിന് ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചവൻ മിശിഹയാണെന്ന് വിശ്വസിച്ച് അവൻ ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ അവൻ സ്വർഗീയ പർദീസയിൽ പ്രവേശനം അവന് ലഭിച്ചു. പഴയ നിയമ ഭക്തന്മാരോട് ചേർന്ന് മൂന്നാമതായിട്ട് മറ്റൊരു വാദങ്ങളുടെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവമരുന്ന മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. അവിടെ നിൽക്കട്ടെ, ഇവിടെ പറയുകയാണ് മക്കൾ ജഡരക്തങ്ങളോടുകൂടി എന്ന് പറഞ്ഞാൽ ആദാമിന്റെ പാപം നമ്മളിൽ നിലനിൽക്കുകയാ ദൈവവേദലാകുന്നത് വരെ. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും കർത്താവും ഈ ജഡത്തിൽ അവതരിക്കുവാൻ തക്കവണ്ണം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഒരേ സമയം ദൈവവും ഒരേ സമയവും മനുഷ്യനായിരുന്നവർ. അവനും കർത്താവും അവരെ പോലെ നമ്മളെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ അപ്പം നമ്മളെല്ലാം മരണത്തിലൂടെ നരകത്തിലേക്ക് തള്ളിവിടുവാൻ ആഗ്രഹിക്കുന്നവനാ പിശാച്. അപ്പം മരണത്തിന്റെ അധികാരിയായിരുന്ന പിശാചിനെ തന്റെ മരണത്താൽ നീക്കി മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. മരണത്തെ ഭയക്കുന്നവരാ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും, വിശ്വാസികളല്ലാത്ത മുഴുവൻ മനുഷ്യരും. ദൈവത്തിന് സ്തോത്രം. അവരുടെ ജീവപര്യന്തം അവർ മരണഭീതിയിൽ തന്നെ കഴിയുക. ചുമ്മാതെ വെറുതെ പറയുക മരണഭീതിയില്ലെന്ന്. മരിക്കാവുന്നവർക്കറിയാം അവരുടെ മരണഭീതി എന്താണെന്ന്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. വിശ്വാസിക്കറിയാം. ആമേൻ. ഞങ്ങള് അങ്ങനെ മരണഭീതി ഉള്ളവരല്ല. എപ്പോ മരിച്ചാലും സ്വർഗീയ പർദീസയിലേക്കുള്ള പ്രവേശനം ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ വെളിപ്പാട് 1:12 യോഹന്നാന് ഒരു ദർശനം കാണുന്നുണ്ട്. യോഹന്നാൻ 1:12 എന്നോട് സംസാരിച്ച നാദം എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 നിലവുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായ കണ്ടു. മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവനെ ഞാൻ കണ്ടു. അപ്പൊ നോക്കിയോടെ, സ്വർഗത്തിൽ ജീവിക്കുന്ന യേശുവിനെ യോഹന്നാൻ ഇവിടെ വെളിപ്പെടുത്തുകയാ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ അവനെ നമ്മൾ ഓർക്കണം. അവൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ടെന്ന് പറയുകയാണ്. ആമേൻ. നമുക്ക് മുൻപോട്ട് ചിന്തിപ്പാൻ സമയമില്ലല്ലോ. നോക്കിയേ, ആത്മവിവശനായി ആത്മാവിൽ നിറഞ്ഞവനായി യോഹന്നാന് യേശുവിനെ കണ്ടപ്പോൾ തന്നെ ബലഹീനനായി, ആമേൻ, ശക്തിഹീനനായി തീർന്നപ്പോൾ അവന്റെ തോളിൽ യേശു തട്ടിയിട്ട് ഞാൻ കാണിച്ചു തരുന്ന കാര്യങ്ങൾ നീ എഴുതുക എന്ന് പറഞ്ഞ് വെളിപ്പാട് പുസ്തകം ആമേൻ യോഹന്നാനിലൂടെ നമുക്ക് ലഭിച്ചെങ്കിൽ ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുന്നവരാണ് നമ്മുടെ ദൈവം. ഫിലിപ്പിയർ 1:21, 21, 22, 23 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയും. പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുകയാ. വായിച്ചാൽ മൂന്നാമത്തെ നമ്മുടെ പോയിന്റ്, അവൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ അവന്റെ കൈവശമുണ്ട്. അപ്പൊ ആരും ആ പാതാളത്തിലേക്ക് തുറന്നു കൊടുക്കുന്ന ആമേൻ താക്കോൽ അവന്റെ കയ്യില. മരണത്തിന്റെ താക്കോൽ ആരുടെ കയ്യിലാണെന്നറിയാമോ? അവന്റെ മരണത്തോടുകൂടി കർത്താവിന്റെ കൈവശമായി. വായിച്ചാണ് ഫിലിപ്പിയർ 1-ാം വാക്യം, 21, 22, 23 വാക്യം. പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുക, അവിടെ പറയുകയാണ്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ജഡത്തിൽ ജീവിക്കുന്നത്. എന്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടെല്ലാം ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുന്നതമല്ലോ. ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ ഫിലിപ്പിയർ വിശ്വാസികളോട് പറയുകയാണ്, അത്
അല്ലെ ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാകുന്നു. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എന്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. അപ്പൊ അല്ലെ നമ്മൾ ഓരോരുത്തരും ജഡത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ആമേൻ, നമ്മള് ഒരു ദിവസം കൂടെ ലഭിച്ചുകൊള്ളുമെങ്കിലും ഈ കർത്താവിനെ ഈ വ്യാഴാഴ്ചയും പ്രസംഗിപ്പാൻ ദൈവം ഭാഗ്യം തന്നതുകൊണ്ട് ആയുസ് അവൻ നീട്ടിത്തന്നത്. ആമേ, ആയുസ് എത്രയെന്ന് നമുക്കറിയില്ല. അതെങ്കിലും എല്ലാം ത്യജിച്ചവനായ പൗലോസ് പറയുകയാണ്, ഏത് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ഞാൻ അറിയുന്നില്ല, പക്ഷെ എനിക്കൊരാഗ്രഹമുണ്ട്. ഞാൻ ഒരു ദിവസമേ ജീവിച്ചിരുന്നുള്ളൂവെങ്കിലും അനേകര് മനസ്സാന്തരപ്പെടണം. ജാതികളായിട്ടുള്ള ആളുകൾ മനസ്സാന്തരപ്പെട്ട് അവരായിരിക്കുന്ന സ്ഥലത്ത് സഭകൾ സ്ഥാപിക്കണം. ഇത് കൊണ്ടാണ് താൻ ഹൃദയത്തിൽ ഞരങ്ങിയതെന്ന് പറയുന്നത്. ഇവ രണ്ടിനാലും ഞാൻ ഞരങ്ങുന്നു എന്നിട്ട് പറയുക, വിട്ടുപിരിഞ്ഞ് എനിക്ക് കാംക്ഷയുണ്ട്. അതാ പൗലോസിന്റെ ആഗ്രഹം, അല്ലേ? ഇവിടെ എന്താ, ഇവിടെ ശൂലങ്ങളുണ്ട്, ഇവിടെ അമേൻ ദൈവത്തിന്റെ സ്തോത്രം തടവിലൊക്കെ ആക്കും, അടിയൊക്കെ കൊള്ളേണ്ടതായിട്ട് വരും, പ്രതികൂലങ്ങളൊക്കെ ഉണ്ടാകേണ്ടതായിട്ട് വരും. കാരണം എന്തിനാ? കർത്താവിനെ പ്രസംഗിക്കുന്നത് കൊണ്ട്. ആ കാലങ്ങളിൽ യഹൂദന്മാര് പോലും അദ്ദേഹത്തെ ത്യജിച്ചു, പരീക്ഷന്മാര് ത്യജിച്ചു, അതുപോലെ മഹാപുരോഹിതന്മാർ അദ്ദേഹത്തോട് ഈ യേശുവിന്റെ നാമം പറയരുതെന്ന് പറഞ്ഞവനെ ശാസിച്ച് തടവിലൊക്കെ ആക്കിയിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ തടവിലാക്കിയാലും ദൈവത്തെയോട് പ്രാർത്ഥിച്ച് പാടി സ്തുതിക്കുന്നവനായിരുന്നു പൗലോസും. നമ്മളൊന്നും ഇതുവരെ അങ്ങനെ തടവിലാക്കിയിട്ടില്ല. എന്നാൽ വലിയ രോഗത്തിൽ അകപ്പെട്ട് കഴിയുമ്പോൾ, വലിയ പ്രയാസത്തിൽ അകപ്പെട്ട് കഴിയുമ്പോൾ അത് തടവിന്റെ അനുഭവമാണ്. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, എന്നിട്ട് അവനെ പാടി സ്തുതിക്കണം. ആരാധിക്കുമ്പോൾ ആ ബന്ധനങ്ങളെ അഴിഞ്ഞുപോകും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരുപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? എനിക്ക് ഒത്തിരി വേല ചെയ്യാനും ആഗ്രഹമുണ്ട്. അനേകരും മനസ്സാന്തരപ്പെട്ട് കർത്താവിന്റെ ആ അനുഭവത്തിലേക്ക്, സ്വർഗീയ പ്രതീക്ഷയിലേക്ക് ചേർക്കപ്പെടുവാൻ തക്കവണ്ണം അവരെ ഒരുക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ എന്റെ ക്രിസ്തുവിനോട് ഇരിപ്പാൻ കാംക്ഷ അധികമുണ്ട്. എങ്കിലും അത് അത്യുത്തമമായതുകൊണ്ട് പിന്നെ ഭാരങ്ങളൊന്നുമില്ല. നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. വേദനയും മുറിവിളിയും ഇല്ല, കഷ്ടതയില്ലാത്ത ഒരു രാജ്യത്തെത്തുന്ന ഒരനുഭവമാണ്. അതുകൊണ്ടാണ് പട്ടുകാരൻ ഇങ്ങനെ പാടിയത്, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം. കർത്തനീ മരണത്തെ എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം. സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായവൻ, സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായവനെ, കുഞ്ഞാടെ വാഴ്ത്തുവീൻ, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. കുഞ്ഞാടെ വാഴ്ത്തുവീൻ, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. കർത്തനീ മരണത്തെ എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാലയളവിൽ തന്നെ അവന്റെ സന്നിധിയിൽ മുട്ടുമടക്കി, നീ കർത്തനാണ്, നീ ദൈവമാണ്. അതുകൊണ്ട് ഒരു സമയത്ത് എല്ലാ മുട്ടും നാവും നിന്റെ മുമ്പിൽ മടങ്ങുന്ന ഒരു ദിവസമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വീകരിപ്പാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കാകുവാനും നൽകുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചു, അവന്റെ കയ്യിൽ നിന്നുണ്ട്, അവൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇന്നേക്കും ജീവിച്ചിരിക്കുക, അവൻ എഴുന്നേറ്റിരിക്കുക. അതുകൊണ്ട് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ
എന്റെ കൈവശമുണ്ട്. അപ്പൊ യേശു ക്രിസ്തുവാണ് അവനിൽ വിശ്വസിക്കുന്നവരെ സ്വർഗപ്രതീക്ഷയിൽ ചേർക്കുന്നത്. വിശ്വസിക്കാത്തവരെ നിത്യ നരകത്തിലേക്ക് അവന്റെ ന്യായാസനത്തിൽ തള്ളിയിടുന്നതെന്ന് നമ്മൾ മറന്നു പോകരുത്. പക്ഷേ ദൈവം ആഗ്രഹിക്കുക എല്ലാവരും, ലോകത്തുള്ള സകല മനുഷ്യരും ക്രിസ്തുവിൽ വിശ്വസിച്ച് ആമേൻ ജീവരക്ഷയ്ക്കായി ആമേൻ ദൈവത്തിന്റെ മകനും മകളുമായി തീരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പൗലോസ് പറയുകയാണ്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും. നമുക്ക് പറയാൻ കഴിയുമോ? നമുക്കും പറയാൻ കഴിയുമോ? കഴിയണം. ഒരു കാര്യം പറഞ്ഞിട്ട് ഒന്നുകൂടെ, ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണെന്ന് കരങ്ങളുയർത്തി പറഞ്ഞ ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആമേൻ ലോകത്തിന്റെ ഭാരങ്ങൾ ഉണ്ടാകാം. ഈ ഭാരം വരുമ്പോൾ നമ്മുടെ ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്. ആ ഭാരത്തിലും എഴുന്നേറ്റ് നിന്ന് ആമേൻ ദൈവത്തെ ശുശ്രൂഷിക്കുന്നവരായി, യേശുവിനെ മറ്റുള്ളവരോട് പറയുന്നവരായി നമ്മൾ തീരുകയാണെങ്കിൽ ആമേൻ നമ്മള് രോഗങ്ങളോ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ വരുമ്പോൾ നെടുവേർപ്പെടേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മൾ എന്തുകൊണ്ടാണ് നെടുവേർപ്പെടുന്നറിയാമോ? വേഗം പോയിരുന്നെങ്കിൽ അത് അത്യുത്തമമാ. എനിക്ക് വിട്ടുപിരിഞ്ഞ എന്റെ ക്രിസ്തുവിനോടുകൂടെ എക്കാലവും ഇരിക്കാനുള്ള കൊടിയ. അതുകൊണ്ടാണ് ഞാനത് ആഗ്രഹിക്കുന്നത്. അത് തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് പൗലോസിനോടും അങ്ങനെ ആഗ്രഹിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെയാണെങ്കിൽ മക്കൾ, നമ്മളെ അവിടെ വായിച്ചു, മക്കൾ ജഡരക്തത്തോടു കൂടിയവർ ആകൊണ്ട് അവരെ പോലെ ജഡരക്തത്തോടു കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെ കുറിച്ചു. ആരെങ്കിലും മരണഭീതിയിൽ കഴിയുന്നെങ്കിൽ, എന്ത് രോഗങ്ങളാകട്ടെ, ദൈവമായി ബന്ധമുള്ള ആളോ ആകാത്തവരോ ആകട്ടെ, ദൈവത്തിന് സ്തോത്രം, നീ മരണഭീതിയിലാ കഴിയുന്നെങ്കിൽ നിന്നെ വിടുവിപ്പാൻ ആമേൻ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുള്ളവൻ എന്ന് നിന്നോട് ഹൃദയമായി സംസാരിക്കുകയാണ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. നാലാമതായിട്ട് ഒരു വാദങ്ങളുണ്ട്. അതോടൊപ്പം ഞാൻ അവസാനിപ്പിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 25-ാം വാക്യം. അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് എന്റെ മഹത്വത്തിൽ കിടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എമ്മോസിലേക്ക് പോകുന്ന ശിഷ്യന്മാരോട് ചോദിച്ചാൽ പറയും, ഞങ്ങളോട് ഇവിടെ ചേർന്ന് നടന്ന ഒരുവനുണ്ട്, ഞങ്ങളുടെ കണ്ണ് നിരോധിച്ചൊരു ദൈവമുണ്ട്. അവരിങ്ങനെ പറയുക, ഞങ്ങൾ എന്തിനാ എമ്മോസിലേക്ക് പോയെന്നറിയാമോ? ക്രിസ്തു ക്രൂശിക്കപ്പെട്ടപ്പോൾ ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു ക്രൂശിക്കപ്പെട്ടപ്പോൾ ദൈവത്തിന് സ്തോത്രം, അവരെയും അതുപോലെ ചെയ്യുമെന്ന് ഭയപ്പെട്ട് അവരുടെ ഗ്രാമത്തിലേക്ക് പോവുകയാണ്. 7 മൈൽ ദൂരെയുള്ള എമ്മോസിലേക്ക് അവർ യാത്ര ചെയ്യുക. എന്നാൽ അവരെ മടക്കി കൊണ്ടുവരുവാൻ എന്റെ യേശു ആഗ്രഹിക്കുക. ഇന്ന് പകൽക്കാലം ദൈവത്തിൽ നിന്ന് നീ അന്യപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ വചനം നീ കേൾക്കുമ്പോൾ നിന്നെ മടക്കി കൊണ്ടുവരുവാൻ യേശു ആഗ്രഹിക്കുന്നു എന്ന് നിന്റെ ഹൃദയത്തിൽ നീ ദൈവശബ്ദം കേൾക്കുന്നെങ്കിൽ നീ മടങ്ങി വരണം. അപ്പൊ അവരോട് ചേർന്ന് നടക്കുക. അപ്പൊ അവര് സംസാരിക്കുന്നതൊക്കെ കേട്ടു. എന്നിട്ട് നിങ്ങൾ എന്റെ വിഷയമാ സംസാരിക്കുന്നതെന്ന് യേശു ചോദിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവര് പറഞ്ഞു, നീ പരദേശിയായി പാർക്കുന്നവനാണോ? നീ അറിഞ്ഞില്ലയോ? യെരൂശലേമിൽ നടന്ന സംഭവങ്ങൾ അറിഞ്ഞില്ലയോ? നീതിമാനായ ഒരുത്തൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും നീ അറിഞ്ഞിട്ടില്ലയോ? അതെന്തുകൊണ്ട് സംഭവിച്ചു? ആ കാര്യങ്ങള് ഞങ്ങൾ ചർച്ച ചെയ്ത് പേടിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാ. അവന്റെ വീടെടുത്തപ്പോൾ യേശു അവനപ്പുറത്തേക്ക് കടക്കുവാൻ തക്കവണ്ണം ഭാവിച്ചു. ദൈവത്തിന് സ്തോത്രം. യേശു അപ്പുറത്തേക്ക് കടക്കുവാൻ തക്കവണ്ണം ഭാവിച്ചു. അവനെല്ലാം പറയുന്നു ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, അവിടെ നമ്മൾ ഓർക്കണം, അവരുടെ ഭവനത്തിൽ എത്താറായപ്പോൾ അവർ ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുമ്പോൾ യേശു അവരെ വിട്ട് മാറുകയാ. ഉടനെ അവർ പറഞ്ഞവര് ആദിത്യ മര്യാദ അറിയാമെന്നവരാ, യേശുവിന്റെ വചനം കേട്ടിട്ടുള്ളവരാ. അതിലൊരുത്തന്റെ പേര് പോലും പറയുന്നുണ്ട്, ക്ലെയോപ്പാവ് എന്നാണ്.
ദൈവത്തിന് സ്തോത്രം. മറ്റവന്റെ പേര് പറയുന്നില്ല. യേശുവിന് 12 ശിഷ്യന്മാരെ കൂടാതെ അനേക ശിഷ്യന്മാരുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഉടനെ പറഞ്ഞു, നീ രാത്രി ഒത്തിരിയായല്ലോ, ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് ഞങ്ങളോട് പാർത്തിയിട്ട് രാവിലെ നീ പൊക്കോളാൻ പറഞ്ഞു. യേശുവിന്റെ ഭവനത്തിൽ ചെന്നു. അപ്പം എടുത്തു. അപ്പം നുറുക്കുമ്പോൾ അവരുടെ കണ്ണുകളെ തുറന്നു. കണ്ണുകൾ തുറന്നപ്പോൾ അവർക്ക് മനസ്സിലായി യേശു ക്രിസ്തുവാണ്. ഉടനെ തന്നെ അവൻ അപ്രത്യക്ഷനായി. അവർ അപ്പം തിന്നെന്ന് പോലും ദിവസം തിരിഞ്ഞിട്ടില്ല. ഒരു യാത്ര ചെയ്ത് വിശന്ന് അതിനുള്ളിൽ പ്രവേശിച്ചു. അപ്പം നുറുക്കി അവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലായി എന്റെ യേശുവാ. സീയോൻ മാളികയിൽ ശിഷ്യന്മാർക്ക് അപ്പം നുറുക്കി കൊടുക്കുന്ന യേശു. ദൈവത്തിന് സ്തോത്രം. മനസ്സിലായപ്പോൾ അവരെന്ത് ചെയ്തു? അവര് അപ്പം പോലും ഇട്ടിട്ടോടുന്നു. സകലതം വിട്ട് ക്രിസ്തുവിനെ അനുഗമിക്കണം. അവർ സകലതം വിട്ട് ക്രിസ്തുവിനെ അനുഗമിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ അവർ പിന്നെ എന്ത് ചെയ്തു? യെരൂശലേമിലേക്ക് കടന്നു ചെന്നു. അതിനു മുമ്പ് തന്നെ കർത്താവ് പത്രോസിനും യോഹന്നാനും പ്രത്യക്ഷപ്പെട്ടിരുന്നു. സ്ത്രീക്ക് പ്രത്യക്ഷപ്പെട്ടിരുന്നു. ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇവരെ യേശുവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അവർക്കെല്ലാം വളരെ വിശ്വാസമായി. ഇനി അടുത്ത് വരുന്ന 10 ദിവസം നമ്മള് അത് ഓർത്തുകൊള്ളണം. അവർ ശിഷ്യന്മാരെല്ലാവരും സീയോൻ മാളികയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പ്രവേശിക്കുവാൻ അവരെ കർത്താവ് 40 നാളോളം അവർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരെ ഉറപ്പിച്ച്, ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കുമ്പോൾ നിങ്ങളുടെ ഭയം മാറും, നിങ്ങളുടെ വേദന മാറും എന്ന് ദൈവത്തിന് സ്തോത്രം അവരെ അറിയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 4ാമത് നമ്മൾ കണ്ടു, ഇവിടെ സ്വർഗത്തിൽ എന്റെ വാതിൽ തുറന്നിരിക്കുകയാണ്. ആ സ്വർഗത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്നത് കണ്ട് ഒരാളുണ്ട്. ആരാന്നറിയാമോ? സ്തെഫാനോസ്. പ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായം 56-ാം വാക്യത്തിൽ പറയുന്നു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാവുന്ന ഭാഗമായതുകൊണ്ട് ഞാൻ വിടുകയാ. രക്തസാക്ഷിയായ സ്തെഫാനോസ്. പ്രിയപ്പെട്ടവരെ, സ്തെഫാനോസ് യവന സ്ത്രീകളും എബ്രായ സ്ത്രീകളും തമ്മിൽ വഴക്കുണ്ടായപ്പോൾ അപ്പോസ്തലന്മാര് പ്രാർത്ഥനയിൽ ഉച്ചരിക്കേണ്ടവരാ, ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാ, ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാ. അതുകൊണ്ട് അവർക്ക് ഈ വഴക്കൊന്നും തീർക്കാൻ സമയമില്ല. അവര് ആത്മനിറവുള്ള 7 ബാലന്മാരെ 7 യുവാക്കന്മാരെ തിരഞ്ഞെടുത്തു. അതിലൊരാളായിരുന്നു സ്തെഫാനോസിനെ തിരഞ്ഞെടുത്തെങ്കിൽ അവൻ മേശയിൽ ശുശ്രൂഷിപ്പാനാ. അവനെ തിരഞ്ഞെടുത്തെങ്കിൽ അവൻ അവിടെ നിന്നില്ല. അവന് പുറത്തിറങ്ങി ആത്മനിറവോടെ യഹൂദന്മാരോട് ഈ സുവിശേഷം പറയുന്നവരായി തീർന്നു. നിങ്ങള് പ്രവാചകന്മാരെ കൊന്ന് അവരുടെ ശാപമേറ്റവരാണെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ, യേശുവിനെ കുറിച്ച് പ്രസംഗിച്ച പ്രവാചകന്മാരെ നിങ്ങൾ കൊന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവനെ തള്ളി കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട് അവര് ശ്രമിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. ആ സമയത്ത് ആത്മാവിൽ നിറഞ്ഞ സ്തെഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ താൻ കാണുന്ന കാഴ്ച തന്റെ ആത്മാവിനെ സ്വീകരിപ്പാൻ യേശു എഴുന്നേറ്റ് നിൽക്കുന്നത് കാണുകയാണ്. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് 4 വായിച്ച് നമുക്ക് വാക്കുകൾ അവസാനിപ്പിക്കാം. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ സ്വർഗത്തിന്റെ വാതില് കർത്താവിന് വേണ്ടി കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ തുറന്നിരിക്കുന്നു എന്ന് കാണാം. വായിക്കാം. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദത്തോടെ എന്നോട് സംസാരിച്ചു. കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക. പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ യോഹന്നാൻ അവിടെ കയറി ചെന്നു. നമുക്ക് വേണ്ടത് 4-1 അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അത് യോഹന്നാനും കണ്ടു, സ്തെഫാനോസ് കണ്ടു, യോഹന്നാൻ കണ്ടു, യാക്കോബ് കണ്ടു, അപ്പോസ്തലന്മാര് കണ്ടു. യൂദ ഒഴിച്ചുള്ള എല്ലാ ശിഷ്യന്മാരും കണ്ടു. പഴയ ഭക്തന്മാരും ഇത് കണ്ടു. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ യേശുവിന്റെ യാഗത്തിലൂടെ സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തരുമെന്ന് പഴയ ഭക്തന്മാരും വിശ്വസിച്ചു. അതുകൊണ്ടാണ് കള്ളനോട് പറഞ്ഞത്, നീ എന്നോടുകൂടെ. അപ്പോ ഇനി നടക്കാൻ പോകുന്നത് കർത്താവിന്റെ 2ാമത്തെ വരവാണ്. ഇതാ ഞാൻ വേഗം വരുന്നു.
ഇതാ ആമേൻ, യേശുവേ വരണമേ എന്ന് പറയുകയാ. യേശു പറയുക വെളിപ്പാട് പുസ്തകം അവസാനിപ്പിക്കുന്നത് അങ്ങനെയാ. അത് ലോകത്തിലുള്ള സകലരെയും വിളിച്ചറിയിക്കാൻ വേണ്ടിയാ. അത് അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത് ഇതാ ഞാൻ വേഗം വരുന്നു. കാണിച്ചു കൊടുത്ത യേശു ക്രിസ്തു യോഹന്നാനോട് പറയുകയാ, ഇതാ ഞാൻ വേഗം വരുന്നു. ഉടനെ നമ്മുടെ പ്രതിനിധിയായി നിന്നുകൊണ്ട് യോഹന്നാൻ പറയുക, ആമേൻ, യേശുവേ വരേണമേ. ഇന്ന് നമുക്ക് പറയാം വേഗം വരേണമേ. എന്നറിയാമോ, ആമേൻ, ലോകം അത് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുക. ഒരു പാട്ടിന്റെ 2 ലൈൻ നമുക്ക് ചേർന്ന് പാടാം. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാനാത്മാരെ കൊണ്ട് ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാനാത്മാരെ കൊണ്ട് നിറയ്ക്കണമേ. ദൈവത്തിന്റെ തേജസ്സിൽ നീവിലേ പ്രകാശിക്കവേ വെളിച്ചമായി. ദൈവത്തിന്റെ തേജസ്സിൽ നീവിലേ പ്രകാശിക്കവേ വെളിച്ചമായി. കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയോ ഇന്നു മെഴുകൂ കൊടുക്കണമേ. കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയോ ഇന്നു മെഴുകൂ കൊടുക്കണമേ. സ്വർഗസന്തോഷം കൊണ്ടാനന്ദിപ്പാനാത്മാരെ കൊണ്ട് നിറയ്ക്കണമേ. സ്വർഗസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മശക്തിയാൽ ഇന്നു നടത്തണമേ. ദൈവത്തിന്റെ തേജസ്സിൽ നീവിലേ പ്രകാശിക്കവേണം വെളിച്ചമായി. ദൈവത്തിന്റെ തേജസ്സിൽ നീവിലേ പ്രകാശിക്കവേണം വെളിച്ചമായി. ആത്മസന്തോഷം ദോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മാരെ കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മാരെ കൊണ്ട് നിറയ്ക്കണമേ. പ്രിയപ്പെട്ടവരെ, നമ്മള് മറന്നു പോകരുത്. മനസ്സാന്തരപ്പെടുക. കർത്താവ് വാതിക്കൽ നിന്ന് മുട്ടുകയാണ്. വേണമെങ്കിൽ കർത്താവിനെ നിന്റെ ഹൃദയത്തിൽ ലോകരക്ഷിതാവായി സ്വീകരിക്കാം. വേണ്ട എങ്കിൽ നിനക്ക് ഉപേക്ഷിക്കാം. എന്നാൽ നമ്മുടെ മുമ്പിൽ 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഒന്ന് സ്വർഗം, മറ്റൊന്ന് നരകം. എവിടെ പോകണമെന്ന് നമ്മുടെ ആയുസ്സിൽ നമ്മൾ തീരുമാനിക്കുക. അങ്ങനെ നമ്മൾ പോകാതിരിപ്പാൻ തക്കവണ്ണം സ്വർഗം നമ്മളെ വെളിപ്പെടുത്തി തന്ന ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുകയാണ്. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഒന്നാമതായിട്ട് നമ്മൾ കണ്ടു, അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള വാതിൽ മാനവരാശിക്ക് വേണ്ടി അവൻ തുറന്നിട്ടു. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടു, പരദീസയിലേക്കുള്ള വാതിൽ, അത് കള്ളനോടുകൂടെ പ്രവേശിച്ച ആ സംഭവം നമ്മളുടെ നിലയ്ക്കുകയുണ്ടായി. മൂന്നാമതായിട്ട് കണ്ടു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ ഉള്ളവനാണ് യേശു കർത്താവ്. കാരണം എന്നറിയാമോ, ആമേൻ, സകലരുടെയും മരണത്തെ നീക്കേണ്ടതിന് അവൻ കാൽവരിയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി യാഗമായി തീർന്നു. സകല പാപവും അവന്റെ ശരീരത്തിൽ വഹിച്ച് നമ്മുടെ പാപത്തെ നീക്കി തന്നു. അങ്ങനെ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കർത്താവിന്റെ കൈവശമാണ്. ആമേൻ. നാലാമതായിട്ട് നമ്മൾ കണ്ടു, സ്വർഗത്തിന്റെ വാതിൽ തുറന്നു. ആമേൻ, ആമേൻ. അനന്തരം സ്വർഗത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്നത് യോഹന്നാന് വെളിപ്പെട്ടു. യോഹന്നാൻ ആ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. ആമേൻ. സ്വർഗത്തിൽ പ്രവേശിച്ചിട്ട് എല്ലാം വെളിപ്പെടുത്തി കൊടുത്തു, കാണിച്ചു കൊടുത്തു. അത് ആത്മാവില. അത് കഴിഞ്ഞ് സ്തെഫാനോസ് നമ്മൾ കണ്ടു. ആമേൻ. ദൈവത്തിന് ആത്മാവിൽ നിറഞ്ഞപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും കണ്ടു. ഇതുപോലൊരു പുസ്തകം ലോകത്തിലില്ല. ആമേൻ. ഉൽപ്പത്തിയിൽ ആരംഭിച്ച് വെളിപ്പാടിൽ ആരംഭിക്കുന്ന കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ള ഒരു പുസ്തകമില്ല. നീ ആമേൻ ആത്മാർത്ഥമായി ഇത് വായിച്ചാൽ നിനക്ക് അതിനുള്ളിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ കഴിയും. കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇതൊരു അവസാന ചാൻസ് ആയിരിക്കും. ഒരുപക്ഷെ ജീവിതത്തിലെ അവസാന സുവിശേഷമായിരിക്കാം ഇത്. നീ സ്വീകരിക്കുമോ?
യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. അതിനായിട്ട് എല്ലാവരെയും ദൈവം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാവങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, വിനോദത്തിനെ രക്ഷിച്ചുകൊള്ളണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ഏകജാതനായ പുത്രന്റെ കൃപ, ആശ്വസിപ്പിച്ചു നടന്ന പരിശുദ്ധമായ സമ്മത സുവാസം ഇന്ന് നമ്മൾ കേട്ട വചനത്തിലൂടെ ക്രിസ്തുവിനോടുകൂടെ ചേരത്തക്കവണ്ണം ഇന്നും എന്നാളും ഉണ്ടാകുമാറാകണമേ. ആമേൻ.